ഹായ് ഫ്രണ്ട്സ്, പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ടാണ് എല്ലാവരും കാണാറുള്ളത്. ആക്ച്വലി അങ്ങനെയാണോ? കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 5-10 വർഷത്തിനിടയിൽ നമ്മൾ എത്ര പണം ഉണ്ടാക്കിയിട്ടുണ്ട്? പക്ഷേ ഉണ്ടാക്കിയ പണത്തെ നിലനിർത്തുകയും വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ജീവിത വിജയത്തിന്റെ രഹസ്യം. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് ഇനിയും കുറെ പണം ഉണ്ടാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇനിയും ഉണ്ടാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇതാണ് നമ്മുടെ ചിന്ത. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ പണമൊക്കെ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് കാറ്റിൽ പറത്തിയ ഉത്തരം മാത്രമേ ഉള്ളൂ. പണം ഉണ്ടാക്കുന്നതിലേറെ റിസ്ക് ഉള്ള ഒരു ടോപ്പിക്കാണ് പണത്തെ സംരക്ഷിക്കുക, അല്ലെ നിലനിർത്തുക, അല്ലെ അതിനെ മൾട്ടിപ്പിൾ ചെയ്യുക, അതിനെ ലിവറേജ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പണത്തെ വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏരിയകൾ കണ്ടത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിനേക്കാളും കൂടുതൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഹാർഡ് ഏൺ ചെയ്ത, രാവും പകലും പണിയെടുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സമ്പത്തിനെ കാറ്റിൽ പറത്താതെ ആ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റലിനെ തിരിച്ചു കിട്ടാനുള്ള, അതിനെ സംരക്ഷിക്കാനുള്ള പ്രോസസ്സിൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ വയസ്സായിട്ട് കഴിഞ്ഞ 10 വർഷം ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കയ്യിൽ കോടികൾ ഉണ്ടായേനെ. ഒരു ആവറേജ് ലെവലിൽ ജോലി ചെയ്യുന്നവന്റെ കയ്യിൽ വരെ കോടിക്കണക്കിന് രൂപ ഉണ്ടാവും. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും അറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് മില്യൺസ് ഓഫ് ടേൺ ഓവർ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പണം എവിടെ പോയി? ഇരുന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ പണം എവിടെ പോയി? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയെങ്കിലും വയസ്സായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ എൻ്റെ പണം എനിക്ക് സംരക്ഷിക്കാൻ പറ്റൂ. ഞാൻ സംരക്ഷണം നൽകേണ്ട എൻ്റെ കുടുംബത്തിന് എൻ്റെ ശേഷം എനിക്ക് ബാക്കി നൽകാനുള്ളത് എൻ്റെ അസറ്റാണ്. അസറ്റിന് പകരം ഞാൻ അവർക്ക് ലയബിലിറ്റീസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അവർ നാളെ ജീവിക്കാൻ ബുദ്ധിമുട്ടും. ഒരു പക്ഷേ അവരുടെ ഒരു തലമുറ വരെ, 1-2 തലമുറ വരെ നമ്മൾ ഉണ്ടാക്കിയ ബാധ്യത തീർക്കാൻ വേണ്ടി ജീവിക്കേണ്ടി വരും. സോ ബി കെയർഫുൾ. താങ്ക് യു വെരി മച്ച്.